Dear God, thank you for loving me and giving me your all. When I grow up, I will still be serving you. I want to know you more. I want to love you more. I'll never forget you, Lord. In Jesus' name, amen. Greetings to you all in the precious name of Lord and Savior Jesus Christ. I'm so happy to see you once again. എല്ലാവർക്കും നസനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. God has a great plan on your life. ഒന്നിച്ച് വചനം പഠിക്കാം, വചനത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് പ്രാപിക്കാം. എത്ര വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ ഇടയ്ക്ക് ഉള്ള വ്യക്തിയാണെങ്കിലും ഇന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളെ കൊണ്ടുവരും. God wants you to live a victorious life. ഇതുവരെയും കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടെ നടന്ന പ്രിയപ്പെട്ടവരെ, പല ത്യാഗങ്ങളും പല പ്രയാസങ്ങളുടെ ഇടയ്ക്ക്, നിന്ദകളുടെ ഇടയ്ക്ക് യേശുവിനു വേണ്ടി നിൽക്കാൻ തീരുമാനിച്ച താങ്കളുടെ ജീവിതം, പലപ്പോഴും താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എനിക്കും നേടണ്ടായോ, എനിക്കും എന്തെങ്കിലും നേടണ്ടായോ? തിരുവചനം പറയുന്നു, നമ്മൾ പഠിക്കാൻ പോകുന്ന വചനത്തിൽ നിന്ന്, കർത്താവ് നിനക്ക് വേണ്ടിയും കടന്നു വരുവാൻ ശക്തനാണ്. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ പോരാട്ടമുണ്ട്. സ്തോത്രം. എന്നാൽ ഈ പോരാട്ടത്തെ എങ്ങനെയാണ് നമുക്ക് ജയിക്കാൻ പറ്റുന്നത്? ബിബ്ലിക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്തോത്രം. ഫൈറ്റിംഗ് യുവർ ബാറ്റിൽസ്. നമ്മുടെ പോരാട്ടങ്ങളെ എങ്ങനെയാണ്, നമ്മുടെ യുദ്ധങ്ങളെ എങ്ങനെയാണ് നമുക്ക് ജയിക്കാൻ പറ്റുന്നത്? അതെങ്ങനെയാണ് നമുക്കൊന്ന് അതിൻ്റെ യുദ്ധം ചെയ്യേണ്ടത്? ജഡ്ജസ് 15-ാം അധ്യായം ഒന്ന് എടുക്കാം. നമ്മൾ പഠിക്കുന്ന വ്യക്തിയുടെ പേരാണ് സാംസൺ. ഈ സാംസൺ അഭിഷക്തനായിരുന്നു. ദൈവം അമ്മയുടെ വയറ്റിലുണ്ടായിരുന്നപ്പോൾ തന്നെ വാഗ്ദത്തം കൊടുത്ത് കടന്നു വന്ന ഒരു പൈതലാണ് സാംസൺ. ഈ സാംസന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ് ഈ സാംസൺ കടന്നു വന്നത് തന്നെ. സ്തോത്രം. അമ്മയ്ക്കറിയാം ഈ കുഞ്ഞ് എന്തായി മാറുമെന്ന്. ജീവിതത്തിന്റെ പർപ്പസ് നമ്മൾ അറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു അനുഗ്രഹമായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തായി മാറും എന്ന് മാതാപിതാക്കളായ ഞാനും നിങ്ങളും ഒന്ന് അറിയുമെങ്കിൽ നമ്മുടെ ജീവിതം ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരിക്കും. അവർക്ക് കിട്ടുന്ന മാർക്കായിരിക്കരുത് അവരുടെ ജീവിതത്തെ അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടെത്തിക്കേണ്ടത്. എത്ര പേര് എന്നോട് കൂടെ ആമേൻ പറയാൻ? പ്രൈസ് ദി ലോർഡ്. അവർക്ക് കിട്ടുന്ന അഡ്മിഷനുകൾ ആയിരിക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിച്ചേരുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുവാൻ. ഒരു അമ്മയും അപ്പന് തന്നെ സ്തോത്രം, ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളെ പറ്റി ഒരു ഉത്തരവാദിത്വമുണ്ട്, ഒരു ദൗത്യമുണ്ട്. ദൈവം തമ്പുരാൻ ഈ കുഞ്ഞിനെ ഇതാക്കി മാറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാ മാതാവിനും പിതാവിനും കാണണം. സാംസനെ പറ്റി വ്യക്തമായ ദൈവാലോചന ഉണ്ടായിരുന്നു. ആ ദൈവാലോചന പ്രകാരമായിരുന്നു സാംസനെ മാതാവ് വളർത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ കൂടുതൽ ഈ സാംസനെ പറ്റി പഠിക്കുമ്പോൾ, നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്ന എന്ത് എന്ന് യഹൂദ്യർ ചോദിച്ചു. ശിംശോൻ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങൾ അവനോടും ചെയ്യേണ്ടതിന് പിടിച്ചു കെട്ടുവാൻ വന്നിരിക്കുന്നു. ശിംശോൻ ഞങ്ങളോട് ചെയ്തത് ഞങ്ങൾക്കും അവനോട് ചെയ്യണം. അതുകൊണ്ട് പകരം ചെയ്യാൻ വന്ന ശത്രു എപ്പോഴാ വരുന്നതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. വല്ലവനും ചെയ്യുമ്പോഴാ. ശിംശോൻ ചെയ്തു. ആമേൻ. ശിംശോൻ ചെയ്തു, അതിന് പകരം ചെയ്യാൻ വന്ന ശത്രു. ചെയ്തുകൊണ്ടിരിക്കുന്നവനേ ഉള്ളൂ ശത്രുക്കൾ. കേട്ടോ, രാമ്യം പറഞ്ഞാട്ടെ. ചെയ്തുകൊണ്ടിരിക്കുന്നവനേ ശത്രുവുള്ളൂ. നിന്റെ മുമ്പിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും പിശാച് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, സ്തോത്രം, നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇവർ ചെന്നു ശിംശോനോട് കൂടെ നിന്ന് ശത്രുവിനെ അടിക്കേണ്ടിയവരാണ്. ഇപ്പോൾ ചെന്ന് സ്തോത്രം ഇവരോട് പറയാണ്, നീ എന്താ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? നിന്റെ ജീവിതം എപ്പോഴാണ് നീ മാറ്റുന്നത്? നീ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർത്തി അടുത്ത പരിപാടി ചെയ്യാൻ നീ നോക്ക.
Praise the Lord. Praise the Lord. Praise the Lord. കൂടെ നിൽക്കാനുള്ളവർ, കൂടെ നിന്ന് യുദ്ധം ചെയ്യേണ്ടിയവർ, സ്തോത്രം, നേരെ അവന്റെ കരങ്ങളെ കെട്ടുവാൻ കടന്നു ചെല്ലുകയാ. Praise the Lord. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളായത് അല്ലേ? സ്തോത്രം. ഈ ജനങ്ങളെ പറ്റി നമ്മൾ ഒന്നുകൂടി വായിച്ചാട്ടാ അതിന്റെ വാക്യങ്ങൾ. അപ്പോൾ യഹൂദയിൽ നിന്ന് 3000 പേർ ഏതാം പാറയുടെ ഗഹരത്തിങ്കൽ ചെന്നു ശിംശോനോട്, ഫെലിസ്ത്യർ നമ്മെ വാഴുന്നു എന്ന് നീ അറിയുന്നില്ലയോ? നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു. അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു. നോക്കണം, അവർ പറഞ്ഞത് തന്നെയാണ് ശിംശോനും തിരിച്ചു പറഞ്ഞത്. അവർ പറഞ്ഞ എന്താ? ഞങ്ങളോട് ശിംശോൻ ചെയ്തത് ഞങ്ങൾക്ക് ശിംശോന് ചെയ്യണം. ശിംശോനോട് വന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നേ, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം അവരെന്നോട് ചെയ്തത് എനിക്കും അവരോട് ചെയ്യണം. ലൈഫിലെ സൈക്കിളായത്. സ്തോത്രം. ജീവിതത്തിന്റെ സൈക്കിൾ എങ്ങനെ? സ്തോത്രം. അവൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, എനിക്കൊന്ന് ഇടിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോരാട്ടമാ. പോരാട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുണ്ട്. Praise the Lord. അവൻ എന്നെ ഇങ്ങനെ കാണിച്ചു, എനിക്ക് തിരിച്ചങ്ങോട്ടൊരു കാണിക്കണം. Praise the Lord. അവൻ ഇങ്ങനെ നടന്നു, എനിക്ക് അങ്ങോട്ടും നടക്കണം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കുത്തുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. Praise the Lord. സ്തോത്രം. എന്നാൽ ഇവിടെയാണ് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈ ശിംശോന്റെ കൈകൾ ഈ സ്വന്തം ജനങ്ങൾ കെട്ടിവെച്ചു. 2 പുത്തൻ കയറും കൊണ്ടുവന്ന് ഇവന്റെ കരങ്ങളെ കെട്ടിവെച്ചു. സ്തോത്രം. ഒരു ശക്തൻ കെട്ടപ്പെട്ട് കിടക്കുക. രാമ്യം പറയാം, ഒരു മല്ലൻ കെട്ടപ്പെട്ട് കിടക്കുക. ഒരു അഭിഷേകം പ്രാപിച്ചവൻ കെട്ടപ്പെട്ട് കിടക്കുക. മറ്റു യുദ്ധങ്ങൾ, ഇതിനു മുമ്പിൽ പോരാട്ടങ്ങൾ പോരാടി ജയിച്ചവൻ സ്വന്തം ജനങ്ങൾ അവരെ കെട്ടിവെച്ചിരിക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. ഈ ജൂദ ജനങ്ങൾക്ക് അറിയാമായിരുന്നു ഇവനിലുള്ള ശക്തി. ഈ ജൂദയിലെ ജനങ്ങൾക്കറിയാം ഇവനെപ്പറ്റി ദൈവത്തിന്റെ ആലോചനകൾ. ഈ ജൂദയിലെ ജനങ്ങൾക്കറിയാം ഇവനെപ്പറ്റി ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്താണെന്ന്. ഇവനെ കൊണ്ട് ഈ സമയത്ത് ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് അറിയുന്ന വ്യക്തികളായിരുന്നു ഈ ജൂദയിലെ ജനങ്ങൾ. അവരാണ് ഇവിടെ ചെന്ന് ഈ മല്ലനെ കെട്ടിയിട്ടേക്കുന്നത്. The hero is bound and his human nature is bound. മലനും കെട്ടപ്പെട്ടിരിക്കുകയാണ്, അവന്റെ ജഡവും കെട്ടപ്പെട്ടിരിക്കുക. ഇന്ന് കെട്ടഴിക്കുന്ന ഒരു പകലായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്ന ഒരു പകലായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അറിഞ്ഞും അറിയാതെയും കൂടെ നിൽക്കുന്നവര് കെട്ടിയിരിക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ആ അവസ്ഥകൾക്ക് ഒരു വ്യത്യാസം വരണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് കൽപ്പിക്കുകയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നു? രാവിലെ ശബ്ദത്തെ ഉയർത്തി രാമ്യം പറഞ്ഞാട്ടെ. ആ ബന്ധനങ്ങൾ അഴിയും. വിശ്വാസത്തോട് വിളിച്ചു പറഞ്ഞാട്ടെ. ആ കെട്ടുകളൊന്ന് അഴിയും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വാകളെ തുറന്നൊന്ന് പറഞ്ഞാട്ടെ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ ബന്ധനങ്ങളൊന്ന് അഴിയും. കൂടെ നിൽക്കുന്നവൻ കെട്ടിയിരിക്കുന്ന കെട്ടായിരിക്കാം അത്. നീ പ്രാർത്ഥിക്കുന്ന അഭിഷേകം പ്രാപിച്ചവളാണെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, വിശ്വാസത്തോടെ ഞാൻ ആ കെട്ടിനെ ഞാൻ അഴിച്ചു കളയുക. നിന്റെ പ്രാർത്ഥനാ ജീവിതം തുടരണം. സ്തോത്രം. വിഷയങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ സ്തോത്രം, അത് ആര് കെട്ടിയാലും ഇന്ന് കൂടെ നിൽക്കുന്നവന്റെ കെട്ട് നിന്നെ ഒതുക്കാൻ നീ ഇടവരുത്തരുത്. നീന്റെ ശക്തിയിൽ നിന്ന് നീ ഒന്ന് എഴുന്നേറ്റാൽ എൻ്റെ ദൈവം നിന്നെ പഴയതിനെക്കാട്ടിലും പുതിയ ബലത്തോട് പ്രവർത്തിക്കുവാൻ ശക്തി തരാൻ ശക്തനായ ദൈവമാ. നന്മ ചെയ്യുവാനുള്ള ഹൃദയമുള്ളവനാണെങ്കിൽ സ്തോത്രം, നിന്റെ ദാരിദ്ര്യം നിന്നെ കെട്ടാൻ നീ അനുവദിക്കരുത്. നിന്റെ ഇല്ലായ്മകൾ കെട്ടുവാൻ അനുവദിക്കരുത്. നിന്റെ ഇന്നത്തെ കടങ്ങൾ കെട്ടുവാൻ നീ അനുവദിക്കരുത്.
എനിക്ക് കൊടുക്കുവാനുള്ള ഹൃദയമുണ്ട്. എന്നാൽ എന്റെ കർത്താവേ, ഇന്ന് ഞാൻ എങ്ങനെ കൊടുക്കും? ഇനി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥകളാണെങ്കിൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ഈ കെട്ടുകൾ നീ തന്നെ ഒന്ന് അഴിച്ചു കളയണം. നീ തന്നെ ഒന്ന് അഴിച്ചു കളയണം. 2 വാക്ക് സംസാരിക്കണം, എന്നാൽ എനിക്ക് സമയം കിട്ടുന്നില്ല. 2 വാക്ക് എഴുതണം, എന്നാൽ എനിക്ക് സമയം കിട്ടുന്നില്ല. 2 വീടുകളിൽ കയറണം, എന്നാൽ എനിക്ക് സമയം കിട്ടുന്നില്ല. സമയമില്ല എന്നുള്ള ഒരു ഫാക്ടറാണ് നിന്നെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഈ കെട്ട് ഒന്ന് അഴിച്ചാൽ നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ എന്റെ ദൈവം ശക്തനാ. മലൻ കെട്ടപ്പെട്ട് കിടക്കുകയാ, അഭിഷക്തൻ കെട്ടപ്പെട്ട് കിടക്കുകയാ. വൻ കാര്യങ്ങൾ ചെയ്യേണ്ടിയവൻ, ചെയ്യുവാനുള്ള ദൗത്യം പ്രാപിച്ചവൻ, അഭിഷേകം പ്രാപിച്ചവൻ, ദൈവത്തിന്റെ പ്ലാനും പർപ്പസും അറിയാവുന്നവൻ കെട്ടപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, this is the time to rise up. വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവന്റെ കരങ്ങൾ അവർ വന്ന് കെട്ടി. അത് കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്ന വാക്കൊന്ന് വായിച്ചാട്ടെ. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. ഫിലിസ്ത്യർ അവനെ കണ്ടിട്ട് ഒന്ന് ആർത്തു. അപ്പോൾ ആർത്ത സമയത്ത് ഈ അഭിഷക്തൻ ഈ മല്ലന്റെ കൈ കെട്ടി കിടക്കുക. Praise the Lord. അവരുടെ തന്ത്രം ജയിക്കുമെന്ന് കണ്ട സമയത്ത് ഈ മലന്റെ കൈ കെട്ടപ്പെട്ട് കിടക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ യഹോവയുടെ ആത്മാവ്, നോക്കണം, എപ്പോൾ ശത്രുവിന്റെ മുമ്പിൽ, ആ പ്രതിസന്ധിക്ക് മുമ്പ്, ആ സമയത്ത് ഇവന്റെ ജീവിതത്തിൽ ആക്ച്വൽ തോൽവി അപ്പോഴാണ് കടന്നു വരുന്നത്. ആ ഒരു നിമിഷം വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. 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 സംഭവിച്ചത് എന്താ? അവന്റെ കൈ കെട്ടി കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ കടന്നു വന്നപ്പോൾ അവന്റെ കൈയെ കെട്ടിയിരിക്കുന്നത് ആ കയറ് ചണനൂൽ കരിഞ്ഞ, സ്തോത്രം, ചണത്തിനെ പോലെ ആയി മാറി എന്നുള്ളതാ. പൗലോസ് പറയുന്നു, നമുക്കുള്ള പോരാട്ടം ജഡരക്തം കൊണ്ടല്ല, നമുക്കുള്ള പോരാട്ടം, സ്തോത്രം, ജയിക്കേണ്ടത് കാർണൽ മൈൻഡ് കൊണ്ടല്ല, മനുഷ്യൻ ഹൃദയം കൊണ്ടല്ല, മനുഷ്യന്റെ തന്ത്രം കൊണ്ടല്ല, മനുഷ്യന്റെ വാക്കുകൾ കൊണ്ടല്ല, മനുഷ്യന്റെ ഐഡിയ കൊണ്ടല്ല. എങ്ങനെയാണ് തിരുവചനം പറയുന്നത്? സ്തോത്രം, ആ പോരാട്ടങ്ങൾക്ക് കാരണം എന്താന്ന് മനസ്സിലായി. ആ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് നമ്മളെ, സ്തോത്രം, ഈ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനാണ്. അവന്റെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നു. The Spirit of God came upon him. എന്നിട്ട് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ചരട് പൊട്ടിപ്പോയി, അവന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു. സ്തോത്രം. അടുത്തൊരു വാക്ക് സംഭവിച്ചാട്ടെ, വായിച്ചാട്ടെ. അവൻ ഒരു കഴുതയുടെ പച്ചത്താടിയെല്ല് കണ്ട്, സ്തോത്രം, പെട്ടെന്ന് ബന്ധനം അഴിഞ്ഞപ്പോൾ സംഭവിച്ച അടുത്ത കാര്യം എന്താണെന്ന് അറിയാമോ? അവൻ ചിലത് കണ്ടു. അമ്മയും പറയാമോ? സ്തോത്രം. ചിലത് കാണാൻ പറ്റുന്നില്ല എങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയാമോ? ബന്ധനമുണ്ടെന്നാ. If you cannot see what God is doing, it is because there is a bondage. ദൈവം ചെയ്യുന്ന ചിലത് നിന്നെ കൊണ്ട് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോഴും നിനക്ക് കാണാൻ പറ്റാത്തത്. കാഴ്ചയില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊരു ആമേൻ പറയാമോ? Praise the Lord. സ്തോത്രം. ബന്ധനം അഴിഞ്ഞ ഉടനെ ഇവിടെ തിരുവചനം പറയുന്നു, അവൻ ചിലതിനെ കണ്ടു. അവൻ കണ്ടതെന്താ? ഒരു കഴുതയുടെ പച്ചത്താടി. സ്തോത്രം. ഇത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന കാര്യമാണ്, അവൻ കൊണ്ടുവന്നതല്ല, അതിനുവേണ്ടി ആരും കൊണ്ട് നീട്ടിയതല്ല. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കാര്യത്തെ അന്നേരമാണ് അവന്റെ കണ്ണ് തുറന്ന് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ, ഓൾറെഡി നിന്റെ കയ്യിലുണ്ട് കേട്ടോ. ദൈവം തന്നിട്ടുണ്ട് ഓൾറെഡി. സ്തോത്രം. പലതും കാണാൻ പറ്റാത്ത എന്താണെന്നറിയാമോ? സ്തോത്രം, ഇപ്പോഴും അവന്റെ ആത്മാവ്. അഭിഷേകം എന്ന് പറയുന്നത് ഒരു അഭിഷക്തന്റെ ജീവിതത്തിലും, സ്തോത്രം, എപ്പോഴും ഒരു അഭിഷേകത്തിൽ പ്രവർത്തിക്കണം എന്നില്ല, ആ സ്പിരിച്വൽ റെൽമിൽ പ്രവർത്തിക്കണം എന്നില്ല. സ്തോത്രം.
പലപ്പോഴും ആ സ്പിരിച്വൽ റെൽം അല്ലെങ്കിൽ ആ അഭിഷേകത്തിൽ തന്നെ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ വന്നാലും ഒരു റിയൽ പ്രോബ്ലം വന്നു കഴിയുമ്പോൾ സ്തോത്രം, ആ സമയത്ത് അവൻ തന്റെ ആത്മാവിനെ അയച്ച് നിന്നെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാ. ആ പ്രതിസന്ധിക്ക് മുമ്പ് ദൈവം നിനക്ക് വേണ്ടിയുള്ള രക്ഷയ്ക്കുള്ള വഴി തുറന്നു തരും, നിനക്ക് വേണ്ടിയുള്ള എസ്കേപ്പ് റൂട്ട് തുറന്നു തരും. Because he will not allow Satan to come and dance on your head. പിശാച് വന്ന് നിന്റെ മുമ്പിൽ ഡാൻസ് ചെയ്യുവാൻ അവൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. അവൻ ജയിച്ചത് നിന്റെ മുമ്പിൽ അവൻ ജയിച്ച അട്ടഹസിക്കുവാൻ നിന്റെ ദൈവം സമ്മതിക്കത്തില്ല. നിന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ദിസ് ഇസ് ദ മൊമെന്റ് എന്ന് ദൈവത്തിന് അറിയുമ്പോൾ അവൻ തക്ക സമയത്ത് അവന്റെ ആത്മാവിനെ നിന്റെ മേൽ അയക്കുവാൻ ശക്തനാ. ആ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ ശിംശോൻ കാണുകയാണ് സ്തോത്രം, അവിടെ കഴുതയുടെ ഒരു പച്ചത്താടി. സ്തോത്രം. അതുകൊണ്ട് ഇത് ഏതെന്നറിയാമോ? തിരുവചനം വായിക്കുന്നു, അവൻ ഓരോന്നോരോന്നായിട്ട് 1000 കൊന്നു. ചെറിയ കാര്യങ്ങളാ ദൈവം നമുക്ക് തന്ന് വലിയ കാര്യങ്ങളെ നേടാൻ പോകുന്നത്. സ്തോത്രം. അത് എന്റെ കയ്യിലുള്ളതാ. അത് 2 മീനും 5 അപ്പവുമാ. സ്തോത്രം. അതിൻ്റെ അകത്തുള്ള നീഡ് എന്താണെന്നുള്ള സ്തോത്രം, എന്റെ ഇതിനു വേണ്ടി മുമ്പിലുള്ള നീഡ് 1000 ആയിരങ്ങളായിരിക്കും മുമ്പിലുള്ളത്. സ്തോത്രം. 1000 ഉള്ളതല്ല വിഷയം. ഇന്ന് എന്റെ കയ്യിലുള്ളത് 2 മീനും 5 അപ്പവുമാണെങ്കിൽ അതിനെ വളർത്തുവാൻ ശക്തനായ ദൈവമാ. കാരണം ഈ 2 മീനും 5 അപ്പവും ദൈവമാണ് എനിക്ക് തന്നത്. അതെന്നെ ഉണർത്തിയത് ദൈവമാണ്. അതെന്റെ കയ്യിൽ തന്നത് ദൈവമാണ്. അതെന്റെ കയ്യിൽ ഏൽപ്പിച്ച ദൈവമാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, if God is with me in what he has given to me, he will make it increase. He will make it an increase. He will make it an increase. ദൈവമാണ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അത് തക്ക സമയത്ത് ദൈവം വളർത്തിക്കോളാം. സ്തോത്രം. മുമ്പിലുള്ള ആവശ്യങ്ങൾ കണ്ട് 1000 വേണ്ടിയത്, കോടികളാണല്ലോ വേണ്ടിയത്. മുമ്പിലുള്ള പർവ്വതങ്ങൾ കണ്ട് സ്തോത്രം, ഇന്നുള്ളതിനെ പ്രയോജനമില്ല എന്ന് ധരിക്കുന്ന ആരേലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സ്തോത്രം, നിനക്കുള്ളത് മതി, നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതുള്ളത് മതി. അവന്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനെ കൊണ്ട് കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെടുത്തോളും. രാമ്യം പറയാമോ? സ്തോത്രം. ഞാൻ ഇങ്ങനെ കണ്ടത് സ്തോത്രം, പച്ചത്തടി എടുത്തു, ഒന്നിനെ ഇട്ടു, അതിനെ പുറമോട്ട് എടുത്ത് വിട്ടു, മറ്റേതിനെയും വെട്ടി, അതിനെ പുറമോട്ട് എടുത്തിട്ടു, മൂന്നാമത്തേതിനെയും വെട്ടി പുറമോട്ട് എടുത്തിട്ടു, 4ാമത്തേതിനെയും വെട്ടി പുറമോട്ട് എടുത്തിട്ടു, 600 ആയപ്പോഴും പുറമോട്ടിട്ടു. അതിങ്ങനെ വീണ് 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 ഒരു ഗുവാരമായിരിക്കുക, ഒരു ഹീപ്പായിരിക്കുക. സ്തോത്രം. 10,000 ആയി കഴിഞ്ഞപ്പോൾ സ്തോത്രം, ശിംശോൻ പുറമോട്ട് നോക്കിയപ്പോൾ മനസ്സിലായി, സ്തോത്രം, പുറയില കൂടുതല്, മുമ്പില് കുറവാ. എത്ര പേർക്ക് മനസ്സിലായി? ഈ 1000 കിട്ടിയത് ഓരോന്നോരോന്നായിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഈ 1000 കിട്ടിയത് ഒറ്റടിക്ക് 1000 അല്ലായിരുന്നു കേട്ടോ. Victories never come in one bunch. Victories never come in one bunch. ജയം എപ്പോഴും സ്തോത്രം ഓരോ പടികളായിട്ടാ വരുന്നത്. ഒരു വഴിയാ ദൈവം തുറക്കുന്നത്. ഈ വഴി ചെറിയൊരു വഴിയായിരിക്കാം ഇന്ന് കാണുമ്പോൾ സ്തോത്രം, ഉണങ്ങിയ 2 കാര്യങ്ങൾ, ഉണങ്ങിയ 2 വ്യക്തികൾ, കഴിവില്ലാത്ത 3 പേര്. ഇതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലായിരിക്കാം സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സ്തോത്രം, നീ അവന്റെ ആത്മാവിലാ നീ പ്രവർത്തിക്കുന്നുവെങ്കിൽ, അവന്റെ സ്പിരിറ്റിലാ നീ ഓപ്പറേറ്റ് ചെയ്യുന്നുവെങ്കിൽ, നീ അധികം താമസിക്കാതെ ആമേ സ്തോത്രം, പുറയിലൊരു വലിയ സ്തുതികളുടെ, വലിയ ജയത്തിന്റെ, വലിയ അനുഗ്രഹത്തിന്റെ ഒരു ഭണ്ഡാരം കാണാൻ പറ്റും. സ്തോത്രം. കാരണം ഇതെല്ലാം ഓരോന്നോരോന്നായിട്ടാ ഈ ദേശത്ത് വന്നപ്പോൾ മുതൽ സംഭവിച്ചത്. ഓരോന്നോരോന്നായിട്ടാ, കൂട്ടത്തിൽ നടന്നതല്ല. സ്തോത്രം. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാ സംഭവിച്ചിട്ടുള്ളത്. അവൻ നേടിയെടുത്തതെല്ലാം സ്തോത്രം ഓരോ ദിവസങ്ങളായിട്ടാ, ഓരോന്നോരോന്നായിട്ട് കിട്ടിയ ചില അനുഗ്രഹങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? സ്റ്റേജ് ബൈ സ്റ്റേജ്. ഇതെല്ലാം മുമ്പിൽ നിന്ന വൈര്യന്മാരാ, പ്രശ്നങ്ങളാ, പ്രതിസന്ധികളാ.
ഇത് കഴിയുമ്പോൾ എനിക്കൊരു വിടുതലുണ്ട് എന്ന് ചിന്തിച്ച ചില വിഷയങ്ങൾ, അത് കഴിയാറായപ്പോൾ അടുത്തതൊന്ന് പൊങ്ങി വന്നു. അത് കഴിയാറായപ്പോൾ അടുത്തതൊന്ന് പൊങ്ങി വന്നു. അത് കഴിയാറായപ്പോൾ അടുത്തതൊന്ന് പൊങ്ങി വന്നു. സ്തോത്രം. എത്ര വന്നാലും എനിക്കൊന്നറിയാം, സ്തോത്രം, എന്റെ കൂടെ ആരംഭത്തിൽ ഉണ്ടായിരുന്നവൻ ഇന്നുമുണ്ട്. എന്റെ കൂടെ, സ്തോത്രം, ഇന്നുമുള്ളവൻ നാളത്തെ പ്രതിസന്ധികളിലും എന്റെ കൂടെ നിൽക്കും. Victories don't come in bunch, it comes one by one. ജയം എപ്പോഴും ഒന്നൊന്നായിട്ടാണ് കിട്ടാൻ പോകുന്നത്. ആ ഓരോ കല്ലുകൾക്കായി, മുമ്പിലുള്ള കയറിപ്പോകുന്ന ഓരോ പടികൾക്കായി എത്ര പേര് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഈ കേട്ട വചനം നിങ്ങൾ ഓരോരുത്തർക്കും അനുഗ്രഹമായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് സ്ഥിരത ഉള്ള ഒരു ക്രിസ്ത്യ ജീവിതം, അവനിൽ കവിഞ്ഞു നിൽക്കുന്ന ഒരു ക്രിസ്ത്യ ജീവിതം, ദൈവം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം. A life where God is filled with us. It's not a coming and going experience that God desires. വന്നു പോയി നിൽക്കുന്ന ഒരു ആത്മീയ അന്തരീക്ഷവും ആത്മീയ അനുഭവങ്ങളും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിറഞ്ഞു നിൽക്കുന്നൊരു ജീവിതം ദൈവം നമ്മളെല്ലാവരെയും ആഗ്രഹിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം ആവശ്യമാണ് എങ്കിൽ നമുക്കെപ്പോഴും ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള ദൈവത്തിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ഒരു ജീവിതമാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളുമല്ല അതിന് ഒരു ഫാക്ടറായി മാറുന്നത്. അങ്ങനത്തെ അനുഭവങ്ങൾ വരട്ടെ, അങ്ങനത്തെ അനുഭവങ്ങൾ പോകട്ടെ. ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറും, അനുഭവങ്ങൾ മാറും, അവസ്ഥകൾ മാറും. എന്നാൽ ദൈവം എപ്പോഴും ഒരുവനായി നമ്മുടെ കൂടെ നിൽക്കും. ആ ദൈവ സാന്നിധ്യം എപ്പോഴും കവിഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്നിടത്ത് തന്നെ വിശ്വാസത്തോട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒന്നിച്ച് ഞങ്ങൾക്ക് ഇന്ന് വചനം പഠിക്കുവാൻ കർത്താവ് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഈ വചനം കേട്ട പ്രിയ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവരായിരിക്കുന്ന ആത്മീയ ആ ലെവലിൽ നിന്നൊരു മാറ്റം വരുത്തുവാൻ അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും ഇന്ന് അതിൽ നിന്നൊന്ന് മാറി കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമർപ്പണത്തോട് നിൽക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവേ, സർവശക്തനായ ദൈവമേ, ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമല്ല ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരേണ്ടത്. ജീവിതത്തിൽ നിരാശകളും പ്രയാസങ്ങളും വരുമ്പോൾ മാത്രമല്ല ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുന്നത്. ഏത് സമയത്തും അങ്ങേ മുമ്പിൽ നിർത്തി അങ്ങുമായിട്ടൊരു ബന്ധമുള്ള ക്രിസ്ത്യ ജീവിതം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആരാണെന്നുള്ള വെളിപ്പാട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങയുടെ മഹത്വം ഞങ്ങളിൽ നിന്ന് ഇറങ്ങി വരട്ടെ. കവിഞ്ഞ് അനുഗ്രഹിക്കുന്നൊരു യേശു, ആ യേശുവുമായിട്ടൊരു ബന്ധമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവമേ, അങ്ങനെ മാറ്റമില്ലാത്ത കരം തൊട്ട് ഈ രോഗാവസ്ഥകളിൽ നിന്റെ മക്കൾക്കൊരു വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തിലുള്ള സകല അസ്വസ്ഥതകളും സകല ബുദ്ധിമുട്ടുകളും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ നാഥനെ, ആണിപ്പാടുകൾ സഹിച്ച് അങ്ങയുടെ കരം തൊടണമേ. ആ വേദനകളിൽ നിന്ന് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ക്യാൻസർ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ നിന്ന് വിട്ടുമാറട്ടെ ഞങ്ങൾ കൽപ്പിക്കുന്നു. രക്തത്തിലുള്ള സകല അണുക്കൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ഞങ്ങൾ കൽപ്പിക്കുക. We thank you, Lord. കർത്താവ് കൊടുത്ത വിടുതലിനായി നന്ദി പറയുന്നു. ആ വിടുതലിനായി നന്ദി പറയുന്നു. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെ സമാധാനം ഉണ്ടാകട്ടെ. ഇല്ലായ്മകളിൽ നിന്ന് ദൈവം ഒരു വ്യത്യാസം കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ നാഥനെ, ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ, ദൈവമുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ എൻ്റെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ
ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവരനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു കർത്താവിൻ്റെ പൊന്നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, അത്ഭുതം ചെയ്തിട്ടുണ്ട്. വിശ്വാസത്തോട് ഏറ്റെടുക്കുക. ഏത് അസ്വസ്ഥതകളും ഏത് രോഗങ്ങളാണെങ്കിലും യേശു മതിയായവനാണ്. വിശ്വാസത്തോട് എഴുന്നേറ്റ് നിന്നാട്ടെ. യേശുവിൽ നിന്നുള്ള സൗഖ്യം ഇന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐഡിയിലേക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാട്ടെ. ഞങ്ങൾ അറിയുവാൻ താല്പര്യപ്പെടുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുവൈറ്റിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളോട് കടന്നു വന്ന് ഒന്നിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അബ്ബാസിയയിലുള്ള റിവൈവൽ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് കടന്നു വന്നാട്ടെ. ഞങ്ങൾ ആ സഭയിൽ യേശുവിനെ മാത്രം ഉയർത്തുന്ന ഒരു കൂട്ടമാണ്. യേശു നല്ലവനാണ് എന്ന് രുചിച്ചറിഞ്ഞ് വ്യക്തിപരമായ ജീവിതങ്ങളിൽ പ്രാപിച്ച നന്മകളും ദിനംതോറും ദൈവം ചെയ്യുന്ന സന്തോഷവും വിടുതലും അനുഭവിക്കുന്ന ഒരു കൂട്ടം. ആ കൂട്ടത്തോട് ചേർന്ന് നമുക്കും ആരാധിക്കാം. റിവൈവൽ ക്രിസ്ത്യൻ ചർച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.